പടച്ചോനെ ഒന്നും വരുത്തല്ലേ. ഇതാ വാഹിദ എവിടെ? വാഹിദ വന്നില്ല. ഒന്ന് വിളിച്ചു നോക്കിയേ. വന്നില്ലേ? ഈശ്വര, എന്താ? എന്തു പറ്റി? കാണുന്നില്ല. എന്താ? മോനെ കാണാനില്ലെന്ന്? കാണാനില്ലെന്ന്? ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ മോന്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകും. കുഞ്ഞിനെ കൊണ്ടുപോയത് മറ്റാരുമല്ല, നാരായണക്കുറുപ്പ്. വിളിക്കും നമ്മുടെ ആളുകളെ. വേണ്ട, വിട്ടേക്ക്. ഒരു കുഞ്ഞിന്റെ പേരിൽ വെറുതെ നിങ്ങൾ തമ്മിൽ തല്ലി ചാവരുത്. മമ്മൂട്ടി മാറ്. കാസിം ഖാ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കുഞ്ഞിനെ ഞാൻ തിരിച്ചു കൊണ്ടുതരാം. മമ്മൂട്ടി ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇതിൽ ഇടപെടും. മമ്മൂട്ടി വാ. ഇക്ക, സത്യത്തിൽ ആ കുഞ്ഞ് കുട്ടിയടാ. ഒരിക്കൽ ജയിൽ ശിക്ഷ അനുഭവിച്ചവനാണ് നീ. ഒരു ജീവപര്യന്തം കൂടെ അനുഭവിക്കാൻ എനിക്ക് മടിയൊന്നുമില്ലപ്പാ. മോനെന്തിനാ കരയുന്നേ? ദേ, ഇതൊക്കെ മോന് കളിക്കാനുള്ളതാ. ദേ, ഈ ബോളൊന്ന് പിടിച്ചേ. തുറക്കടാ ഗേറ്റ്. തുറക്കില്ലേ കാസിമേ? അടിച്ചു പൊളിക്കടാ. അകത്ത് കാലൂത്തിയ തലോട്ടി ഞങ്ങൾ പറഞ്ഞേക്കാം. നീ എന്ത് ചെയ്യുന്ന പറയുന്നത്? ഞങ്ങളുടെ കുഞ്ഞിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനാ ഞാൻ വന്നത്. മര്യാദക്ക് അവനെ വിട്ടു തന്നില്ലെങ്കിൽ ഈ നിൽക്കുന്ന സകലവനെ വെട്ടിയറിഞ്ഞിട്ട് എന്റെ മോനെ ഞാൻ കൊണ്ടുപോകും. കുട്ടി ഇവിടെ ഉണ്ട്. പക്ഷേ എന്റെ ശവത്തി ചവിട്ടിയെ നിനക്ക് ഇവരെ കൊണ്ടുപോകാൻ പറ്റൂ. ഇടിച്ചു പൊളിക്കണം.
ജീവിച്ചിരിക്കുമ്പോ എന്റെ മകന്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ല. നീ വിടെ വിടാനാ പറഞ്ഞത്. കുറുപ്പ് വിടാൻ. വിടാൻ. കുഞ്ഞിനെ വിടാനാ പറഞ്ഞത്. എന്റെ കുഞ്ഞിനെ വിടാൻ. ഇവനെ നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. കുഞ്ഞിനെ വിടാനാ പറഞ്ഞത്. പിന്നെ മോനെ മോനു വിഷമിക്കണ്ട. അച്ഛനുണ്ടോ? ഇവൻ എന്റെ മോനാ. ഞാനാ ഇവന്റെ അച്ഛൻ. ഇവിടെ നിൽക്കുന്ന ആർക്കും ഇവന്റെ മേൽ ഒരു അവകാശമില്ല. അന്ന് നിങ്ങളുടെ മകൾ വാഗിത ഒളിച്ചോടിയത് ഈ നിൽക്കുന്ന കുറുപ്പിന്റെ മകന്റെ കൂടെയല്ല, എന്റെ കൂടെയാ. ഞാൻ മമ്മൂട്ടിയല്ല, മാധവൻകുട്ടി, ഡോക്ടർ മാധവൻകുട്ടി. സത്യം എന്താ? ഈ അൻവറിനറിയാം, ഇസ്മായിലിനറിയാം. ആക്സിഡന്റിൽ തളർന്നു കിടന്ന അങ്ങയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെ, ഞാനും വാഹിദും നിർബന്ധിച്ചിട്ടാ ഡോക്ടർ വന്നത്. അമ്മാനെ, ജീവച്ചവ പോലെ തളർന്നു കിടന്ന കാസിം ഭായിക്ക് ഇങ്ങനെ തോക്കെടുത്ത് പിടിച്ച് നിവർന്നു നിൽക്കാനുള്ള ആരോഗ്യം പടച്ചോൻ തന്നില്ലേ? അതിനെ ചികിത്സിച്ച ഡോക്ടറായിട്ടുള്ള എനിക്ക് അഭിമാനമുണ്ട്. എന്നെ കൊല്ലാം. വിധവയായിട്ടുള്ളൊരു മകളും അച്ഛനില്ലാത്തൊരു കുഞ്ഞുമാണ് അങ്ങേക്ക് ആവശ്യമെങ്കിൽ എന്നെ കൊന്നോളൂ. എനിക്ക് മാപ്പ് ചോദിക്കേണ്ടത് കുറുപ്പ് സാറിനോടാണ്. ഒരു തെറ്റും ചെയ്യാത്ത മകനും എല്ലാം നഷ്ടപ്പെട്ടത് അങ്ങേക്കാണ്. ഈ സമയത്ത് മാപ്പ് ചോദിക്കാനല്ലാതെ പൊറുക്കണം. ഞാനും എന്റെ കുടുംബവും ഇനി അങ്ങയുടെ 7 അയലത്ത് പോലും വരില്ല. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. നിൽക്ക്. ജാതിയും മതവും ദുരഭിമാനവും ഒക്കെ മനസ്സിൽ നിന്ന് വലിച്ചു കീറി മാറ്റിയിട്ട് അവരെ കൂട്ടി വീട്ടിലോട്ട് പോ. തിരിച്ചു വിളിക്കടോ അവരെ. നിരപരാധിയായ എന്റെ മകനെ കൊന്ന തനിക്ക് നീ എന്താ അഭിമാനോടോ ബാക്കിയുള്ളത്? എന്റെ മോനെ കൊന്ന് തന്നോട് ഞാൻ ക്ഷമിച്ചില്ലേ? അതിലും വലുതല്ലടോ ഒന്നും. വേണ്ട സാർ, വേണ്ട. ഇതൊന്നും ആരും നിർബന്ധിച്ച് പറയിക്കേണ്ട കാര്യങ്ങളല്ല, സ്വയം തോന്നേണ്ടത്. വാ. മാധവൻകുട്ടി, ഞാനും ഉണ്ട് നിന്റെ കൂടെ. ഉപ്പാ, സ്നേഹത്തിന്റെയും നന്മയുടെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ് പടച്ചോനെന്ന് അങ്ങ് എപ്പോഴും പറയാറുന്നല്ലോ. ആ പടച്ചോനനുസരിച്ച് ജീവിക്കേണ്ടവനല്ലേ യഥാർത്ഥ മുസ്ലിം? ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളൊരു മുസ്ലിമാണ്?